നമ്മുടെ നാട്ടില് ആദ്യമായിട്ട് ഇലക്ഷൻ നടക്കാൻ പോവാ. നമ്മുടെ നാച്ചേരമ്മയ്ക്കെതിരെ ആയിട്ട് ബാലരാജ് പ്രസിഡന്റിന് മത്സരിക്കാൻ പോവാണ്. ഓഹോ, എന്തുകൊണ്ടാടാ, എന്താടാ സംഭവിച്ചത്? കയ്യിൽ വേറെ സ്വത്തില്ലെങ്കിലും ഫ്രണ്ട്സ് ആണ് സ്വത്തെന്ന് വെച്ച് ജീവിച്ചവരാണ് സാർ ഞങ്ങൾ. മറ്റുള്ളവർക്ക് വർഷത്തിൽ ഒറ്റൊരു ദിവസമാണ് ഫ്രണ്ട്ഷിപ്പ് ഡേ എങ്കിൽ ഞങ്ങൾക്ക് ഓരോ ദിവസം ഫ്രണ്ട്ഷിപ്പ് ഡേ ആയിരുന്നു സാർ. ഞങ്ങൾ എല്ലാവരും ചേർന്ന് ഒരു ഉറച്ച തീരുമാനം എടുത്തിരുന്നു. എന്തായാലും നമുക്ക് പാസ്സാവാൻ പറ്റില്ല, അത് ഇമ്പോസിബിൾ ആയ കാര്യമാണെന്നും അറ്റ്ലീസ്റ്റ് എല്ലാവരും ചേർന്ന് ഒരുമിച്ച് ഫെയിൽ ആകാമെന്നും. നീ നിന്റെ ഒരു സ്വഭാവം. അല്ലമ്മേ, ചേട്ടൻ എപ്പോഴെങ്കിലും ഫസ്റ്റ് വന്നിട്ടുണ്ടോ? വന്നിരുന്നു എന്റെ വയറ്റിനുള്ളിൽ ഫസ്റ്റ് വന്നു അവൻ. കാര്യം കഴിഞ്ഞപ്പോ കോളർ തൂക്കി പിടിച്ചു പോകുന്നു. അവൻ നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല, അവന്റെ മനസ്സിലൊന്നുമില്ല, ഉള്ളതുപോലെ പറയും. ഏക്കിലെടുക്കി കബി ദോസ് നെഹി ബന്ദ. ബാലരാജ്, നീയാണ് എപ്പോഴും എന്റെ രാജ. ഇവളുടെ തലയ്ക്ക് വട്ട് പിടിച്ചിട്ടുണ്ടാവോ? നാറ്റടിക്കുന്നു. പിന്നെ കുടിച്ച മാറാത്ത സുഗന്ധാണോ വരുന്നത്? നീ ഏത് ജനറേഷനിലാടാ ജനിച്ചേ? അമ്മ നൽകിയ വാക്കുകൊണ്ട് നമ്മുടെ ബന്ധം തന്നെ വേണമെന്ന് പറയും. ഈ നാട്ടുകാര് നിനക്ക് വോട്ട് ചെയ്താ നീ പ്രസിഡന്റ് ആവ്. ചലഞ്ച് വെല്ലുവിളിച്ചിട്ട് വരാൻ നീ ആരോ ലാലേട്ടനോ? ഇങ്ങനെ കാലം പൊക്കി എന്നും പറഞ്ഞ ലക്ഷ്മി ദേവി എന്ന കഥവ് തട്ടിയാലും കണ്ടുപിടിക്കാൻ അറിയാത്ത നീ പഞ്ചായത്ത് പ്രസിഡന്റ് ആവാൻ മത്സരിക്കുകയാണോ? നിനക്ക് തലയ്ക്ക് സുഖമില്ലേ? എന്തിനാ ബഹളം വെക്കുന്നേ? എല്ലാവരെയും കൊന്നേക്ക്. വലിയ നേതാവാവു പോലും ഇവനെ. ഒറ്റ കുത്തുവെച്ച് തന്നാ നീ വിവരം അറിയും. മുത്തശ്ശി ബൂട്ട് കട്ട് പാന്റിന് വോട്ട് ചെയ്യണേ. ലച്ചി ചേച്ചി, ഈ 2000 വാങ്ങിച്ചിട്ട് ബാലരാജ് എന്തായാലും ജയിക്കില്ല എന്ന് തന്നെയാ തോന്നുന്നത്. നീ ജയിച്ചാലും തോറ്റാലും എപ്പോഴും എന്റെ മകനാ. പ്രണയിച്ച ചാവൂടാ. മുത്തശ്ശി ബൂട്ട് കട്ട് പാന്റിന് വോട്ട് ചെയ്യണേ. ഇപ്പോ വോട്ടിന് വില ജാസ്തിയാ. അതുകൊണ്ടല്ല അത്രയും പൈസ തന്നത്. അത്രയും വിലയുള്ള വോട്ട് ഞാൻ ആർക്കും ചെയ്യില്ല, എന്റെ കയ്യിൽ വെച്ചോളാം. മുത്തശ്ശി